മോനെ പിയാർ, കുട്ടികൾ ദൈവത്തിന് തുല്യരാ. നിന്റെ രോഗശാന്തിക്ക് വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അച്ഛാ, അച്ഛനൊന്നും സംഭവിക്കില്ല. ഓപ്പറേഷൻ സക്സസ് ആയിരിക്കും. കണ്ടില്ലേ അച്ഛാ, അച്ഛന് റിലേഷൻസും സെന്റിമെന്റ്സും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ കുട്ടികൾക്ക് അച്ഛനോടൊരു സ്നേഹം കണ്ടോ? ഇതാണ് അച്ഛാ റിലേഷൻ. ക്രാന്തി, നീ റിസ്ക് ഡിക്ലറേഷൻ സൈൻ ചെയ്യണം. പ്ലീസ്, അദ്ദേഹം മെഡിറ്റേഷനിലാണ്. കൂടുതൽ എക്സൈറ്റഡ് ആവാതെ. നീ കോമ സ്റ്റേയിലേക്ക് പോയ നിനക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിനക്ക് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ നിന്റെ മകൻ ജീവനോടിരിക്കണം. മൊത്തം ആസ്തി എന്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യണം. നിന്റെ മകൻ ജീവനോടിരിക്കണമെങ്കിൽ ആസ്തിയല്ല അന്നെ എഴുതി കൊടുക്ക്. ഇല്ല, തരില്ല. അച്ഛനൊക്കെ വലുതല്ല, എനിക്ക് പണം കൊടുത്തേക്കച്ച, കൊടുത്തേക്ക്. അയ്യോ, എന്തൊരു സെന്റിമെന്റ് ആയത്. ലോയർ, ഫോർമാലിറ്റീസ് ആയിക്കോളൂ. ഓക്കെ സർ. പവർ ഓഫ് അറ്റോർണി ഇവന്റെ മകന്റെ പേരിൽ എഴുതിയാൽ മതി. സ്നേഹമുള്ള മകനല്ലേ, അവൻ വിറ്റെങ്കിൽ എനിക്ക് തരും. തന്നില്ലെങ്കിൽ ഞാനത് വാങ്ങിച്ചെടുക്കും. ഹേ പിയ, ഹോങ്കോങ്ങിലേക്ക് ഫോൺ ചെയ്ത് ബാനർജിയോട് ടോട്ടൽ എമൗണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ബാനർജി. ഹലോ ബാനർജി. പിയാർ, ഫുൾ എമൗണ്ട് നീ ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫുൾ എമൗണ്ടാ? ശേഷു അക്കൗണ്ടിലേക്ക്. ഓക്കെ. അക്കൗണ്ട് നമ്പർ? താങ്ക് യു. അക്കൗണ്ട് നമ്പർ 42876. ഹേ ആസിഡ്, ബൈജോ, നിങ്ങൾ ഇവന്റെ കൂടെ പോകണം. അപ്പോൾ ഫോൺ ചെയ്യണം. ബാങ്ക്സ്, ഹവാല, മൊത്തം നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യണം. വീട്, സൈറ്റ്, ബ്ലാക്ക് മണി എല്ലാം. എനിക്ക് ഭാഗമല്ല വേണ്ടത്, ആസ്തി മൊത്തം വേണം എനിക്ക്. ശേഷോ, നീ ചോദിച്ച മുഴുവൻ പണവും ഞാൻ തരും. പക്ഷേ അതിനുള്ളിൽ എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച നിങ്ങളിൽ ഒരുത്തൻ പോലും ബാക്കിയുണ്ടാവില്ല. മോനെ സൂക്ഷിക്കണം മോനെ. മോനെ ജാഗ്രത. അണ്ണാ, എല്ലാം ഒറിജിനൽ നോട്ടാ. അച്ഛനും മോനും ഇപ്പൊ ഒന്നും തന്നെ ഇല്ല. മൊത്തം ഇവിടെ നിങ്ങൾ എടുത്തോണ്ട് വരിക. പൈസ എല്ലാം എത്തിയതിനു ശേഷം ഇവനെ വിട്ടാ മതി. എന്തു പറയുന്നു? അതിനുശേഷം നിന്റെ ഉദ്ദേശം നടത്തിക്കോ. അണ്ണാ, പണവും വണ്ടി വന്നിട്ടുണ്ട്. ആ, ചെല്ല്. നോക്കടാ. ശേഷു, എന്താ സംഭവിച്ചത്? പണം അവിടെ. അണ്ണാ, 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 എനിക്കണ്ണാ എന്തു പറ്റിയണ്ണാ? എന്താണ് പറ്റിയത്? അണ്ണാ, പണം എന്ത് ചെയ്യണം? എന്നോട് ചോദിക്കുന്നെന്തിനാ? പണം അവിടെ. അണ്ണാ, പണം മതിനകത്ത് വെച്ചിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? അതിരിക്കട്ടെ, ഞാനിപ്പോ എവിടെ അണ്ണാ? കാണുന്നില്ല. പിയാറിനെ കാണുന്നില്ല അണ്ണാ. മെല്ലെ പൊട്ടിക്കണ്ട, മെല്ലെ പോ. കല്ലറവിടെ കൊണ്ടുപോകും. അതെന്റെ ഭാര്യയുടെ. ഇതൊക്കെ സെറ്റ് ഇട്ടതാ, ഞങ്ങൾക്ക് അടുത്ത ഷൂട്ടിംഗ് ഉള്ളതാ.
മോനെ ക്രാന്തി, ഞാൻ നിങ്ങളുടെ മകനുമല്ല, നിങ്ങൾ എന്റെ അച്ഛനുമല്ല. വിശ്വാസവഞ്ചന കാണിച്ചാലുള്ള അനുഭവം എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. പോൾ രാജ്, എത്രയോ പാപങ്ങൾ ചെയ്ത് നീ സമ്പാദിച്ച നിന്റെ മുഴുവൻ ആസ്തിയും ഇപ്പോൾ എന്റെ കയ്യിൽ. നിനക്ക് മനസ്സിലായില്ലേ മുത്തച്ഛ? നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിന്നെ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ സുഹൃത്ത് കൃഷ്ണന്റെ മകനാണ് ഞാൻ. ഞാനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. പകയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. നിന്നെ ഈ സ്റ്റേജിലൊന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ മോനെയും മരുമോളെയും എന്റെ കൺമുമ്പിലിട്ട് കൊന്നില്ല നീ. ഞാനും മരിച്ചു പോയെന്ന് വിചാരിച്ചു അല്ലേ? കൊച്ചുമോനും ഞാനും മാത്രം. അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. ആർക്കായാലും തന്റെ കൊച്ചുമോനെ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കണമെന്നാണ് മോഹം. എന്നാൽ ഞാൻ എന്റെ കൊച്ചുമോനെ നിന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് വളർത്തിയത്. എന്റെ ആയുധമാക്കിടാ ഞാൻ അവനെ. കന്തിരി എന്റെ മോൻ. കാന്ത്രിയാണ് ഞാൻ, എന്നാൽ നിങ്ങളുടെ മകനല്ല. കാന്ത്രിയായി മാറി നിങ്ങളുടെ സാമ്രാജ്യത്തിൽ ഞാൻ എത്തി. ബൈജോ, ഇവൻ എന്റെ ആളാണ്. നീ വെടിവെച്ചു കൊന്ന ശിവന്റെ മകൻ. ഇവന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായി ഞങ്ങളോടൊപ്പം ചേർന്നു. നിങ്ങളുടെ താവളം കണ്ടുപിടിച്ച് 4 വർഷം മുമ്പ് ഇവനെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യിച്ചു. അതിനുശേഷം തക്ക സമയം നോക്കി ഞാനും എൻ്ററായി. നിന്റെ കൺമുന്നിൽ അവനെ വെച്ച് നിനക്ക് ചുറ്റും ഒരു വേലിയുണ്ടാക്കി എനിക്ക് വേണ്ട കോർണറിലേക്ക് നിന്നെ ഞാൻ കൊണ്ടെത്തിച്ചു. ഒരു വീക്ക്നെസ്സും സെന്റിമെന്റ്സും ഇല്ലെന്ന് പറഞ്ഞ നിന്നെ ഒരു മകന്റെ പേര് പറഞ്ഞ് സെന്റിമെന്റൽ ഫൂളാക്കി ഞാൻ മാറ്റി. പ്ലാൻ ചെയ്ത് നിന്നെയും ശേഷുവിനെയും തമ്മിലടിപ്പിച്ച് അവസാനം നിന്നെ ഒറ്റപ്പെടുത്തി ഇവിടെ എത്തിച്ചു. ഡോക്ടറുമായ, ഹോസ്പിറ്റലുമായ, ഓപ്പറേഷനുമായ, അനാഥാലയം, ഫാദർ, പിള്ളേര്, കല്ലറ, എല്ലാം മായായിരുന്നു. അന്ന് തലക്കടിച്ചത് പോലും ഞാനായിരുന്നു. നിങ്ങൾക്ക് ഒരസുഖമില്ല, അതുപോലും ഞാൻ സൃഷ്ടിച്ചതാ. മയങ്ങിക്കിടക്കാനായി മയക്കുമരുന്ന് കലക്കി തന്നു. പണത്തിന്റെ മേളിലുള്ള ആർത്തി കൊണ്ട് എന്റെ അച്ഛനെയും അമ്മയും കൊന്ന് നീ കോടികൾ സമ്പാദിച്ചില്ലേ? ആ പണത്തെയാണ് ഞാൻ ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത്. നിങ്ങളെ കൊല്ലാൻ എനിക്കൊരു സെക്കൻഡ് മതി. എന്നാൽ ഉള്ളിലെ രാക്ഷസനെ കൊല്ലാനാ മുത്തച്ഛൻ പറഞ്ഞത്. ഇനി നീ എന്റെ വഴിയിലെങ്ങാനും ഒരു തടസ്സമായി നിന്നാൽ ഞാൻ എന്റെ മുത്തച്ഛനെ പോലെ അത്ര നല്ലവനൊന്നുമല്ല. ഹലോ, ഐ എം ഫാദർ ദൈവസഹായം. അല്ല കേട്ടോ, തിരുപ്പതി. സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. ഇവരൊക്കെ എന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളാ. അല്ല, നിന്റെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് കഴിഞ്ഞല്ലോ അല്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോവാ? ഒരു കാര്യം ചെയ്യേ, എന്റെ കൂടെ വാ. 200 രൂപ വെച്ച് കിട്ടും. രാവിലെ മുതൽ ഫുഡ് ഫ്രീ. കാണാൻ നല്ല ഫിഗറല്ലേ? ഡയലോഗുള്ള വേഷമൊക്കെ കിട്ടും. നാളെ നീ വലിയ ആർട്ടിസ്റ്റ് ആയി നിന്റെ സിനിമ ചിലപ്പോ 100 ദിവസമൊക്കെ ഓടിയത് വരും. പാടാ, മലയാള സിനിമയുടെ കാര്യമല്ലേ?